everyone, welcome to the Olympiad classes at XandY Learning. ഇന്ന് നമ്മൾ നമ്പർ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഓൾറെഡി 2 ലെക്ചേഴ്സ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് കണ്ടിട്ട് വരാം. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ മോഡുലസ്, അതുപോലെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, ഫങ്ഷണൽ പാർട്ട്, ഈ ഒരു 3 കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് മോഡുലസ്? എന്താണ് മോഡുലസ് എന്ന് പറഞ്ഞാൽ? മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ദി അബ്സല്യൂട്ട് വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 3ൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 3. നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക കേട്ടോ, സിമ്പിൾ. സോ മോഡുലസ് ഓഫ് 3 ഈസ് 3. വാട്ട് ഈസ് മോഡുലസ് ഓഫ് -3? ഇറ്റ് ഈസ് ഓൾസോ 3. വാട്ട് ഈസ് മോഡുലസ് ഓഫ് -4? ഇറ്റ് ഈസ് 4. വാട്ട് ഈസ് മോഡുലസ് ഓഫ് 0? ഇറ്റ് ഈസ് 0. സോ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ്, ഇപ്പോൾ എക്സ് എന്നുള്ളൊരു നമ്പറിൻ്റെ മോഡുലസ് എടുക്കുകയാണെങ്കിൽ ആൻഡ് ഈ എക്സ് എന്നുള്ള നമ്പർ 0-നേക്കാളും ഗ്രേറ്ററോ അല്ലെങ്കിൽ 0 ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ കണ്ടു മോഡുലസ് ഓഫ് 3 എന്ന് പറയുന്നത് 3 തന്നെയാണ്, റൈറ്റ്. ഇനി മോഡുലസ് ഓഫ് -3 എന്താ? ദാറ്റ് ഈസ് എ നമ്പർ വിച്ച് ഈസ് ലെസ് ദാൻ 0 ആണെങ്കിലോ മോഡുലസ് ഓഫ് -3 എന്തായിരുന്നു? മോഡുലസ് ഓഫ് -3 ഇസ് മൈനസ് ഓഫ് -3 അല്ലേ. അതായത് ഇറ്റ് ഈസ് +3 എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എടുത്ത നമ്പറിൻ്റെ നെഗറ്റീവ് എടുത്താലാണ് നമുക്ക് മോഡുലസ് കിട്ടുക അല്ലേ. സോ നെഗറ്റീവ് ഓഫ് -3, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് വെർ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് -x എന്നാണ് നമ്മൾ എഴുതുക അല്ലേ, റൈറ്റ്. എന്നാലാണ് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുള്ളൂ. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ -x എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, റൈറ്റ്. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് മോഡുലസ് ഓഫ് XY എന്താണ്? 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുകയാണ് അല്ലേ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് വൈ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് മോഡുലസ് ഓഫ് 6? ഓക്കെ, 6 ക്യാൻ ബി റിട്ടൺ ആസ് മോഡുലസ് ഓഫ് 3 ഇൻറ്റു 2, റൈറ്റ്. അതായത് മോഡുലസ് ഓഫ് 3 ഇൻറ്റു മോഡുലസ് ഓഫ് 2. മോഡുലസ് ഓഫ് 6 എന്താണ്? 6 തന്നെയാണ് അല്ലേ. മോഡുലസ് ഓഫ് 3 ഇൻറ്റു മോഡുലസ് ഓഫ് 2 എന്താ? ഇറ്റ് ഈസ് 3 ഇൻറ്റു 2 വിച്ച് ഇസ് അഗെയിൻ 6, റൈറ്റ്. ഇനി നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കുകയാണെങ്കിലോ, സി ഇഫ് ഐ എം ടേക്കിംഗ് നെഗറ്റീവ് നമ്പർ, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 3 ഇൻറ്റു -2, അല്ലെങ്കിൽ എൻ്റെ ആൻസർ എന്താ? മോഡുലസ് ഓഫ് -6 വിച്ച് ഇസ് 6 എന്നാണ് ആൻസർ വരിക അല്ലേ. ആൻഡ് ഇത് സെപ്പറേറ്റ് ആയിട്ട് മോഡുലസ് ഓഫ് 3 ഇൻറ്റു മോഡുലസ് ഓഫ് -2 എന്ന് ചെയ്താൽ എന്താ ആൻസർ കിട്ടുക എന്ന് നോക്കാം. സോ മോഡുലസ് ഓഫ് 3 ഇൻറ്റു മോഡുലസ് ഓഫ് -2 is equal to മോഡുലസ് ഓഫ് 3 എന്താ? 3 ആണ്. മോഡുലസ് ഓഫ് -2 എന്താ? ഇറ്റ് ഇസ് 2 ആണ്. സോ ദ ആൻസർ ഇസ് അഗെയിൻ 6. സോ മോഡുലസ് ഓഫ് A ഇൻറ്റു B is same as മോഡുലസ് ഓഫ് A ഇൻറ്റു മോഡുലസ് ഓഫ് B. The same is applicable for division as well. That is modulus of A by B is equal to modulus of A divided by modulus of B ആണ്. Clear അല്ലേ? Yes. Next, നമ്മൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, 2 നമ്പേഴ്സ് ആഡ് ചെയ്യാന്ന് വിചാരിക്കാം. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് മോഡുലസ് ഓഫ് A പ്ലസ് B വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് A പ്ലസ് മോഡുലസ് ഓഫ് B. ഇത് ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? വെൻ ഡസ് ദിസ് ബിക്കംസ് ഈക്വൽ? എയും ബിയും സെയിം സൈൻ ആകുമ്പോൾ മാത്രമാണ് ഈ ഒരു കേസ് ഈക്വൽ ആവുക. അല്ലാത്ത സമയത്തൊക്കെ ഇറ്റ് വിൽ ബി ലെസ് ദാൻ മോഡുലസ് ഓഫ് A പ്ലസ് മോഡുലസ് ഓഫ് B ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് A പ്ലസ് B ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് A പ്ലസ് മോഡുലസ് ഓഫ് B. ഓക്കെ, സോ 2 നമ്പേഴ്സും സെയിം സൈൻ ആകുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. സെയിം സൈൻ എന്ന് പറയുമ്പോൾ ഞാൻ 3യും 2ഉം തന്നെ എടുക്കണം കേട്ടോ. സോ 3 പ്ലസ് 2 ഇസ് ഈക്വൽ ടു മോഡുലസ് 5 വിച്ച് ഇസ് 5. സോ മോഡുലസ് ഓഫ് 3 പ്ലസ് മോഡുലസ് ഓഫ് 2ഉം സെയിം ആൻസർ തന്നെയാണ് വരിക അല്ലേ. മോഡുലസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 ആണ്, മോഡുലസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ദ ആൻസർ ഇസ് 5. ഓക്കെ, സോ സെയിം സൈന് വന്നപ്പോൾ, രണ്ടിനും പോസിറ്റീവ് സൈന് വന്നപ്പോൾ ഇത് ഈക്വൽ ആണ്. ഈ രണ്ടും നെഗറ്റീവ് സൈന് വന്നാൽ എന്താ സംഭവിക്കുക? മോഡുലസ് ഓഫ് A പ്ലസ് B, ഓക്കെ, വെൻ ബോത്ത് A ആൻഡ് B ആർ നെഗറ്റീവ്. ഫോർ എക്സാമ്പിൾ, ഞാൻ -3 -2 എന്ന് എടുക്കുകയാണ്. സോ -3 പ്ലസ് -2 എന്താണ്? ഇറ്റ് ഈസ് -5 ആണ്. വിച്ച് ഇസ് അഗെയിൻ അതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? 5 തന്നെ ആയിരിക്കും. ഇനി നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ മോഡുലസ് ഓഫ് -3 പ്ലസ് മോഡുലസ് ഓഫ് -2 എന്താണ് മോഡുലസ് ഓഫ് -3 എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് 3 ആണ്.
Modulus of minus 2 എന്ന് പറഞ്ഞാൽ it is 2 ആണ്. So 3 plus 2, 5. So again, അത് സെയിം തന്നെയാണ്. സോ സെയിം സൈൻ ആണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ സെയിം സൈൻ ആണെങ്കിൽ മോഡുലസ് ഓഫ് എ പ്ലസ് ബി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിട്ടൺ ഹിയർ. അതായത് എ ബി ഗ്രേറ്റർ ദാൻ 0. ഇപ്പോൾ രണ്ടും പോസിറ്റീവ് സൈൻ ആകുമ്പോൾ എ ഇൻറ്റു ബി ചെയ്താൽ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടുക അല്ലേ? യെസ്. ഇനി വെൻ എ ആൻഡ് ബി ആർ ലൈക്ക് ഡിഫറെൻറ്റ് സൈൻസ്, ഓക്കെ, ഡിഫറെൻറ്റ് സൈൻസ് നമുക്ക് വേറെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒന്ന് 3യും മറ്റത് 3 പ്ലസ് മൈനസ് 2. ഓക്കെ, സോ ദിസ് മീൻസ് 3 പ്ലസ് മൈനസ് 2 എന്താ? ഇറ്റ് ഇസ് 1, റൈറ്റ്? സോ ദ അബ്സല്യൂട്ട് വാല്യൂ ഇസ് 1. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിലോ 3 പ്ലസ് മൈനസ് 2. Absolute value of 3 plus absolute value of minus 2. What is absolute value of 3? 3 തന്നെയാണ്. What is absolute value of minus 2? It is 2. So 3 plus 2, 5 എന്നാണ് ആൻസർ വരിക. Whereas here it is 1. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ സം ആയിട്ട് എടുക്കുമ്പോൾ it will be always less ആയിരിക്കും അല്ലേ? It will be less than modulus of A plus modulus of B. ഓക്കെ, എപ്പോഴും ലെസ് ആയിരിക്കും. ഇനി സബ്ട്രാക്ഷൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ്സ് ദി ഓപ്പോസിറ്റ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നതായിരിക്കും എന്ത്? ഗ്രേറ്റസ്റ്റ് വാല്യൂ. മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്നത് വിൽ ബി ദ ലെസർ വാല്യൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് റൂട്ട്, നമ്മൾ എപ്പോഴും പറയും റൂട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ്, റൂട്ട് സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവ് സൈൻ ആണെന്നല്ലേ? സോ മോഡുലസ് എക്സിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും പോസിറ്റീവ്, അതായത് അബ്സല്യൂട്ട് വാല്യൂ ആണ് അല്ലേ? സോ റൂട്ട് സിമ്പിൾ ഇൻഡിക്കേറ്റ് ദി പോസിറ്റീവ് വാല്യൂ വിച്ച് ഇസ് മോഡ് എക്സ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. സോൾവ് മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു 5. ഓക്കെ, മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു 5. എപ്പോഴാണ് എക്സ് 5 ആവുക? ഒന്നില്ലെങ്കിൽ എക്സ് മൈനസ് 5 ആവണം, അല്ലെങ്കിൽ എക്സ് പ്ലസ് 5 ആവണം. സോ എക്സ് ഈക്വൽ ടു 5 ഓർ മൈനസ് 5 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് സോൾവ് എക്സ് മൈനസ് 3 ഈക്വൽ ടു 7. എക്സ് മൈനസ് 3 ഈക്വൽ ടു 7 ആവുന്നത് എപ്പോഴൊക്കെയാണ്? ഐ മീൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 7 ആവുന്നത് എപ്പോഴൊക്കെയാണ്? എക്സ് മൈനസ് 3 മോഡുലസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? എക്സ് മൈനസ് 3 വിൽ ബി ഐദർ 7 ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് നെഗറ്റീവ് 7 ആയിരിക്കാം. ഈ രണ്ട് കേസിലാണ് ഇതിൻ്റെ മോഡുലസ് വാല്യൂ നമുക്ക് 7 എന്ന് കിട്ടുക അല്ലേ? അതായത് എക്സ് മൈനസ് 3 7 ആയാലും എക്സ് മൈനസ് 3 നെഗറ്റീവ് 7 ആയാലും മാത്രമേ നമുക്ക് അതിൻ്റെ മോഡുലസ് വാല്യൂ 7 എന്ന് കിട്ടുള്ളൂ. സോ ഐ ഹാവ് ജസ്റ്റ് ഇക്വേറ്റഡ് എക്സ് മൈനസ് 3 ഈക്വൽ ടു 7 ആൻഡ് ഹിയർ എക്സ് മൈനസ് 3 ഈക്വൽ ടു മൈനസ് 7. Now let us solve this. So x equal to 7 plus 3 which is 10. So x equal to 10 ഒരു സൊല്യൂഷൻ ആണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ x equal to minus 7 plus 3 which is x equal to minus 4. So x equal to minus 4 and x equal to 10 are the solutions. Clear? Next, 2x plus 1 equal to അതിൻ്റെ മോഡുലസ് 2x plus 1ൻ്റെ മോഡുലസ് 9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2x plus 1ൻ്റെ മോഡുലസ് എപ്പോഴേക്കാണ് 9 ആവുക? 2x plus 1 എന്നുള്ളത് 9 ആവുന്ന കേസിലും അത് 9 ആവും. അതുപോലെ 2x plus 1 എന്നുള്ളത് മൈനസ് 9 ആവുന്ന കേസിലും അതിൻ്റെ മോഡുലസ് വാല്യൂ എന്തായിരിക്കും? 9 ആയിരിക്കും. സോ ഈ രണ്ട് കേസസ് ആണ് നമുക്കുള്ളത് അല്ലേ? സോ ഇതിനെ സോൾവ് ചെയ്യാം. സോ ദാറ്റ് ഇസ് 2x ഈക്വൽ ടു 9 മൈനസ് 1 വിച്ച് ഇസ് 8. സോ x ഈക്വൽ ടു 8 by 2 വിച്ച് ഇസ് 4. ഇനി ഇവിടെ ചെയ്യുകയാണെങ്കിലോ 2x ഈക്വൽ ടു മൈനസ് 9 മൈനസ് 1 വിച്ച് ഇസ് മൈനസ് 10. സോ x ഈക്വൽ ടു മൈനസ് 10 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് മൈനസ് 5. സോ x ഈക്വൽ ടു മൈനസ് 5 ഒരു ആൻസറാണ്, x ഈക്വൽ ടു 4ഉം ഒരു ആൻസറാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മോഡുലസ് വാല്യൂ ഓഫ് 3x മൈനസ് 6 ഈക്വൽ ടു 0. അപ്പോൾ 3x മൈനസ് 6 0, 3x മൈനസ് 6ൻ്റെ മോഡുലസ് 0 ആവുന്നത് എപ്പോഴേക്കാണ്? 3x മൈനസ് 6 0 ആവുമ്പോൾ അല്ലേ? 3x മൈനസ് 6 0 ആവുമ്പോഴാണ്, റൈറ്റ്? സോ 3x ഈക്വൽ ടു 6 ആണ്. സോ x ഈക്വൽ ടു 6 by 3 ആണ്, which is 2 ആണ്. സോ എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ 2. ക്ലിയർ? നെക്സ്റ്റ് വൺ, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 2 ആണെങ്കിൽ ഫൈൻഡ് എക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത്
ഇത് ഓരോന്നും ഇത് ഓരോന്നും പോസിറ്റീവ് ആവുന്ന കേസും ഉണ്ടാവും, നെഗറ്റീവ് ആവുന്ന കേസും ഉണ്ടാവില്ല. അപ്പോൾ അത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ? പക്ഷേ എക്സ് മൈനസ് 1ന് ഏതൊക്കെ ചാൻസസ് ഉണ്ട്? എക്സ് മൈനസിന് പോസിറ്റീവോ എക്സ് മൈനസ് 1 എന്നുള്ള വാല്യൂ പോസിറ്റീവ് ആവാം, എക്സ് മൈനസ് 1 എന്നുള്ള വാല്യൂ നെഗറ്റീവ് ആവാം. പക്ഷെ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂസ് ഞാൻ ഇഫ് ഐ എം ടേക്കിംഗ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0 അല്ലെങ്കിൽ ലെസ് ദാൻ 1 എന്നൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ലെസ് ദാൻ 1 എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലെസ് ദാൻ 0 എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലെസ് ദാൻ -1 എടുക്കുക എന്ന് വിചാരിക്കുക. ഈ ഒരു കേസിലേക്ക് അത് ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആണ് നമുക്ക് തരിക. ഫോർ എക്സാമ്പിൾ, ലെസ് ദാൻ -1 ആണെങ്കിൽ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. ഓക്കെ, എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഈ ഫസ്റ്റത്തെ എന്തായിരിക്കും? -1 എന്നാണ് വരിക, റൈറ്റ്? അല്ലെങ്കിൽ -2 എന്ന് വരാം, -3 എന്ന് വരാം. അങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സാണ് വരുന്നത് അല്ലേ? എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. സോ ഈക്വൽ ടു -1 ആകുമ്പോൾ ഇത് എന്തായിരിക്കും? ഇറ്റ് ഈസ് -2 എന്ന് വരുന്നുണ്ട്. ആൻഡ് ഇതെന്തായിരിക്കും? ഇത് 0 എന്ന് വരുന്നുണ്ട്, റൈറ്റ്? ഇനി അതിനേക്കാൾ നെഗറ്റീവ്സ് വന്നു, ദാറ്റ് ഈസ് -2 എന്ന് വന്നു. -2 എന്ന് പറയുമ്പോൾ ഇതും ഒരു നെഗറ്റീവ് നമ്പർ ആയിട്ടാണ് നമുക്ക് കിട്ടുക. സോ ഇത് രണ്ടും നെഗറ്റീവ് നമ്പേഴ്സാണ് വെൻ ഇറ്റ് ഈസ് ലെസ് ദാൻ -1 അല്ലേ? -1നേക്കാൾ ലെസ് ആകുമ്പോൾ ഇത് രണ്ടും എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സാണ് നമുക്ക് കിട്ടുക. സോ അതിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ നെഗറ്റീവ് ചെയ്യണം നമ്മൾ അല്ലേ? ദാറ്റ് മീൻസ് ഇത് എന്തായിട്ട് എഴുതും? മൈനസ് ഓഫ് എക്സ്, മോഡുലസ് മാറ്റി എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതും, പ്ലസ് മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം, റൈറ്റ്? സോ ദാറ്റ് ഈസ് -x പ്ലസ് 1 മൈനസ് എക്സ് -1 ഇസ് ഈക്വൽ ടു 2. ദാറ്റ് മീൻസ് ഈ +1ഉം -1ഉം ക്യാൻസൽ ചെയ്തു. -2x ഈക്വൽ ടു 2 എന്ന് കിട്ടി. സോ എക്സ് ഈക്വൽ ടു 2 ബൈ -2 വിച്ച് ഇസ് -1. സോ എക്സിൻ്റെ ഒരു സൊല്യൂഷൻ നമുക്ക് -1 എന്ന് കിട്ടി, റൈറ്റ്? ഇനി അടുത്ത കേസ് എപ്പോഴാണ്? അടുത്ത കേസ് ദാറ്റ് ഈസ് വെൻ ഇറ്റ് ഈസ് ബിറ്റ്വീൻ -1 ആൻഡ് 0, റൈറ്റ്? -1ഉം ലെസ് ദാൻ ഇറ്റ്സ് ബിറ്റ്വീൻ, ഇവിടെ ലെസ് ദാൻ എടുത്തിട്ടുണ്ട് ഓൾറെഡി. സോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ or equal to 0. Okay, so x 0 ആവുന്ന കേസിൽ ഇത് മൈനസ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഈ -1 ഇതിൻ്റെ ഇടയിലൊക്കെ ഇതെന്തായിരിക്കും? ഇത് നെഗറ്റീവ് ആയിരിക്കും അല്ലേ? വേറെസ് ഇതെന്തായിരിക്കും? ഇത് ഇപ്പോൾ 0 ഇട്ടാൽ ഇത് പോസിറ്റീവാണ്. സോ ദിസ് വിൽ ബി പോസിറ്റീവ്, റൈറ്റ്? മൈനസ്, അപ്പോൾ ഞാൻ 2 അല്ലെങ്കിൽ -1 അല്ലെങ്കിൽ if I am putting some numbers between -1 and 0, this is going to be positive number ആണ് അല്ല? ഇത് പോസിറ്റീവ് നമ്പർ ആയിട്ടാണ് വരിക. സോ ദാറ്റ് ഈസ് ദിസ് ഈസ് മൈനസ് ഓഫ് എക്സ് -1 എന്ന് എഴുതാം, ആൻഡ് ദിസ് ഈസ് എക്സ് പ്ലസ് 1 എന്ന് തന്നെ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 2. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ -x പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2. ദാറ്റ് ഈസ് എക്സും -xും ക്യാൻസൽ ചെയ്തു. സോ 2 ഈക്വൽ ടു 2 എന്നുള്ള ഒരു ഇക്വേഷനാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ. സോ എക്സിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് -1ൻ്റെയും എക്സിൻ്റെയും ഇടയിലുണ്ട്. ആൻഡ് എക്സ് ഈസ് ഓൾസോ ഈക്വൽ ടു -1 എന്ന് കിട്ടി. ഇനി അടുത്തൊരു കേസ് നോക്കാം, ദാറ്റ് ഈസ് വെൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് നോക്കാം. ഓക്കെ, എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇവിടെ നമുക്ക് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം കേട്ടോ. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. സോ ദിസ് ഈസ് മേ ബി ആൻഡ് ഇഫ് ഐ എം ടേക്കിംഗ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ എന്ത് വരും? ഇപ്പോൾ 1 എന്ന് എടുക്കാമെന്ന് വിചാരിക്കുക. സോ 1 - 1 ഇറ്റ് ഈസ് 0, അല്ലെങ്കിൽ 0.2 എന്ന് എടുക്കാമെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ കണ്ടീഷൻ നമുക്ക് 0ൻ്റെ പകരം നമുക്ക് എന്ത് ഇടാം? ഇറ്റ് ഈസ് ലൈക്ക് 1 എന്ന് ഇടാം. ഓക്കെ, 1 എന്ന് ഇടുമ്പോൾ എന്തായിരിക്കും? ദിസ് ഈസ് 1 - 1 0 എന്ന് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ എന്താണ്? ദിസ് ഈസ് 1 + 1 2 എന്ന് വരുന്നുണ്ട്. സോ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൻ്റെ ഇടയിൽ ദിസ് ഈസ് ഓൾവേസ് ട്രൂ, റൈറ്റ്? ഇനി ഇവിടെ നോക്കുകയാണെങ്കിലോ, വെൻ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 എടുക്കാം. വെൻ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്, റൈറ്റ്? സോ വിൽ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, എക്സ് -1 പ്ലസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് 2x is equal to 2. So x equal to 1 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മുടെ സൊല്യൂഷൻ എന്താ വരിക? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിന് പോസിബിൾ ആവുന്ന വാല്യൂസ് -1 ഉണ്ട്, ആൻഡ് ഇതിൻ്റെ ഇടയിലുള്ള റേഞ്ച് ട്രൂ ആണ്.
So we can write as minus 1 less than or equal to x less than or equal to 1 എന്ന് എഴുതാം. This will be the range വരുന്ന ഓരോ കേസിൽ അല്ലേ. ഫൈൻഡ് ദി സൊല്യൂഷൻസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ക്ലിയർ? യെസ്. നെക്സ്റ്റ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു നമ്പർ കൺസിഡർ ചെയ്യുന്ന വിചാരിക്കുക. ഐ എം കൺസിഡറിങ് 2.8. ഓക്കെ. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ. എന്ന് വെച്ചാൽ നമ്പർ വിച്ച് ഈസ് the integer, greatest integer which is less than or equal to 2.8. So it denotes the greatest integer less than or equal to 2.8. 2.8 നെക്കാളും ലെസ് അല്ലെങ്കിൽ ഈക്വൽ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2 ആണ് അല്ലേ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ അതായത് നമ്മൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റിജർ ആ ഒരു നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇവിടെ 0 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ആൻഡ് ഇവിടെ 3 ഉണ്ട്, റൈറ്റ്. ഇവിടെ 4 ഉണ്ട്. സിമിലർലി ഹിയർ ഇറ്റ് ഈസ് -3. ഓക്കെ. സോ ഞാൻ 2.8 എന്നുള്ള നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ ഐ ജസ്റ്റ് മാർക്ക് ഇറ്റ് ഹിയർ, റൈറ്റ്. 2.8 എന്ന് പറയുമ്പോൾ ഇവിടെ വരിക. സോ 2.8ൻ്റെ തൊട്ട് ലെസ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതാ? 2 ആണ് അല്ലേ. ഇനി ഞാൻ 1.4 ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെയാണ് എൻ്റെ നമ്പർ വരിക 1.4 അല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതാ? ദിസ് വൺ, റൈറ്റ്. ഇനി ഞാൻ 0.8 ആണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. സോ അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതാ? ഇതൊക്കെ അതിൻ്റെ ലെസ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ. അതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാണ്? 0 ആണ്. സോ 0 ആയിരിക്കും 0.8ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. സോ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 2.8 ഇസ് 2. Greatest integer of 1.4 is 1. Greatest integer of 0.8 is 0. Okay. Now what is greatest integer of -0.2? So -0.2 ൻ്റെ greatest integer എന്തായിരിക്കും? It is -1. അതിൻ്റെ തൊട്ട് മുന്നേ ആരാണ്? -1 ആണ് അല്ലേ. So it's -1. ഇനി ഇവിടെ ആണെങ്കിലോ ദാറ്റ് ഈസ് -1.4 ആണെങ്കിലോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആരാ? -2 ആണ്. സോ -1.4ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആരാണ്? -2 ആണ്. ക്ലിയർ അല്ലേ? യെസ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, ഇപ്പോൾ ഒരു നമ്പർ ഞാൻ 3.2 എന്നുള്ളൊരു നമ്പർ എടുക്കുകയാണ്, വിച്ച് ഇസ് അതിൻ്റെ ഏതൊക്കെ ഇൻറ്റിജേഴ്സിൻ്റെ ഇടയിലാണ് അതുള്ളത്? 3.2 എന്ന് പറയുന്ന നമ്പർ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 3 and 4, റൈറ്റ്. സോ ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ will be equal to this 3. 3ൻ്റെയും 4ൻ്റെയും ഇടയിലാണെങ്കിൽ the greatest integer will be 3. Okay. It can never be 4. Okay. ഇനിയിപ്പോൾ നമ്മൾ 3.999ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എടുത്താൽ എന്താണ്? അതും 3 തന്നെയാണ്. ഓക്കെ. 3.999999 അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എടുത്താലോ അതും 3 തന്നെയാണ്. ഓക്കെ. യെസ്. നെക്സ്റ്റ് വൺ, നമ്മൾ യൂഷ്വലി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ്. എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? ഈക്വൽ ആവുന്നത് ഇൻറ്റിജർ ആകുമ്പോൾ അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 3ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 3. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം, റൈറ്റ്. വെറസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 3.2 എന്താണ്? അതും 3 തന്നെയാണ്. ഓക്കെ. സോ ദി ലെസ് ദാൻ ഓർ ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്നുള്ള നമ്പർ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഓക്കെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ നമ്മൾ 3.2 ആണ് എടുക്കണമെങ്കിൽ 3.2 ഗ്രേറ്റർ ആണ് ദാൻ 3. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 3 ആണ് അല്ലേ. ആൻഡ് ഇറ്റ് ക്യാൻ നെവർ ബി less than the previous number, right? That is 2.2നെക്കാളും ഗ്രേറ്റർ തന്നെ ആയിരിക്കും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറയുന്നത്, റൈറ്റ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എ നമ്പർ അതിൻ്റെ തൊട്ട് പ്രീവിയസ് അതിനെ -1 ചെയ്താൽ ഇപ്പോൾ നമ്മൾ 3.2ൻ്റെ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 3.2ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി എന്താണ്? ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ 3.2 ആൻഡ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 2.2. 3.2 minus 1, that is 2. So that is what is written here.
this is x, this is equal to x, right? This is x minus 1. Greatest integer of 3.2 എത്രയാണ്? 3 ആണ്. So, ഈ 3 എന്നുള്ള number, it is in between 2.2 and 3.2. ആ ഒരു point ആണ് ഇവിടെ just denote ചെയ്തിട്ടുള്ളത് കേട്ടോ. Clear? Yes. The next one, x minus integer part. Means x minus integer will be, അതായത് നമ്മൾ ഇവിടെ എടുക്കുന്ന, ഇത് നമ്മൾ നെക്സ്റ്റ് പോർഷനിൽ ഫങ്ഷണൽ പാർട്ടിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ 3.2 കൺസിഡർ ചെയ്തു. 3.2 മൈനസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് 3.2. എന്താണ് ഇൻറ്റിജർ പാർട്ട് ഓഫ് 3.2 എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ? സോ 3.2 മൈനസ് 3 ചെയ്താൽ നമുക്ക് എപ്പോഴും 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് ആൻസർ വരിക. ദാറ്റ് ഈസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് അല്ലേ? ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ്, ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, എക്സ് മൈനസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് വിൽ ബി, ഇത് എപ്പോഴും എന്തായിരിക്കും? 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കും. It will be between 0 and 1. It can be 0 equal to 0, but it is never equal to 1. Okay. So that is the second one. And the third property is x plus m, where m is an integer. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഒരു ഇൻറ്റിജർ ഉണ്ട്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് എം എന്ന് പറയുന്നത്, എം ഒരു ഇൻറ്റിജർ ആണ് എങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് പ്ലസ് എം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ 3 + 2 എന്ന് എഴുതിയിട്ടുണ്ട്, റൈറ്റ്? സോ 3 + 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5 ആണ്, റൈറ്റ്? 3 + 2 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ഇവിടെ എന്താണ്? ഇൻറ്റിജർ പാർട്ട് ഓഫ് 3 + 2 വിച്ച് ഈസ് 5. ഓക്കെ, ഇനി ഞാൻ 3.2 എന്ന് എടുക്കുകയാണ്. സോ ദിസ് ഈസ് 3.2 + 2. ഈ ഒരു കേസിലാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3.2 + 2 എന്ന് എഴുതാൻ പറ്റും. ബിക്കോസ് integer part of 3.2 + 2 can be written as integer part of 3.2 + 2 എന്ന് എഴുതാം. ബിക്കോസ് integer part of 3.2 എന്താണ്? ഇറ്റ് ഇസ് 3 ആണ്. സോ 3 + 2 5 ആണ്. ഇവിടെ എടുത്താലോ 3 + 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 4.2 integer part of 4.2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇറ്റ് ഇസ് 4.2ൻ്റെ integer part എന്താ വരിക? ഇറ്റ് ഇസ് 4 ആണ് അല്ലേ? സോ ഇവിടെ എന്താണ്? ദിസ് ഇസ് 3 ആൻഡ് ദിസ് ഇസ് 2. സോറി, 3 + 2 എന്ന് പറഞ്ഞാൽ 5.2 ആണ്. സോ 5.2ൻ്റെ ഇൻറ്റിജർ പാർട്ട് അല്ലേ? 5.2ൻ്റെ ഇൻറ്റിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 5. സോ ദിസ് ഓൾസോ ഈക്വൽ ടു 5. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം, നമ്മൾ എപ്പോഴും എന്താണ് ഇവിടെ 3.2 + 2 നിർത്തി, ഈ 2 എന്ന് പറയുന്നത് എപ്പോഴും ഇൻറ്റിജർ ആയിരിക്കണം. ഇൻറ്റിജർ ആവുന്ന കേസിലാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഹാവ് സം ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദിസ്. 3.5ൻ്റെ ഇൻറ്റിജർ എന്താണ്? ഇൻറ്റിജർ പാർട്ട് എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, ദാറ്റ് ഇസ് 3 ആണ്. 3.99ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്താണ്? അതും 3 തന്നെയാണ് അല്ലേ? വാട്ട് അബൌട്ട് 3.999? അതിൻ്റെയും ദാറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു 3. വാട്ട് അബൌട്ട് 3? 3ൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 3 തന്നെയാണ്, റൈറ്റ്? വാട്ട് അബൌട്ട് 4.1? 4.1ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഇസ് 4. ക്ലിയർ? സോ ഈ നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി കണ്ടു, ദാറ്റ് ഇസ് എക്സ് പ്ലസ് എം ഇസ് ഈക്വൽ ടു integer part of അല്ലെങ്കിൽ greatest integer function of x plus m is equal to greatest integer function of x plus m, where m is an integer. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 2 എന്ന് എടുക്കുകയാണ്, എമ്മിൻ്റെ പകരം ഞാൻ 2 ഒരു ഇൻറ്റിജർ വാല്യൂ എടുക്കുകയാണ്. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് പ്ലസ് 2. ഫോർ എക്സാമ്പിൾ എടുക്കാം, നമുക്ക് 5.14 എന്ന് എടുക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഫോർ ദിസ്? ഇറ്റ് ഈസ് 5 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് 3.14 + 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 3.14 + 2 എന്ന് എഴുതാം അല്ലേ? സോ വാട്ട് ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 3.14? ഇറ്റ് ഈസ് 3 ആണ്. സോ 3 + 2 ഇറ്റ് ഈസ് അഗൈൻ 5. സോ വി ആർ മാച്ചിങ് ദിസ് 2, റൈറ്റ്? ഓക്കെ, പക്ഷേ ഈ ഒരു ഇൻറ്റിജറിൻ്റെ പകരം നമുക്കൊരു ഡെസിമൽ ആണെങ്കിൽ ഇത് പോസിബിൾ അല്ല കേട്ടോ. ഡെസിമലിൻ്റെ കേസിൽ ഇത് ആൻസർ കറക്റ്റായി വരില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് രണ്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 2.4 + 3.7 എന്താ വരിക? 7 + 4 11 ആണ്. 1 ഹിയർ. സോ 3 + 3 6. സോ 6.1 ആണ് വരിക. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 6.1 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഇനി നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 2.4 + ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 3.7.
എന്തായിരിക്കും? ഇറ്റ് ഈസ് 2.4ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് 2 ആണ് അല്ലേ? ഇനി 3.7ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഈസ് 3 ആണ്. സോ ദാറ്റ് ഈസ് 5. ഇവിടെ ആൻസർ എന്താ വരുന്നത്? 5 എന്നാണ്. വേറെസ് ഇവിടെ എന്തായിരുന്നു? 6 എന്നാണ് ആൻസർ വന്നത് അല്ലേ? സോ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആയിരിക്കില്ല. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ നമ്മളിപ്പോൾ എഴുതുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എം എന്ന് പറയുമ്പോൾ എം ഇൻറ്റിജർ ആവുന്ന കേസിലാണ് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റുക. അതൊന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ, ഓക്കെ, നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ എങ്ങനെയാണ്? ദാറ്റ് ഈസ് -3.2ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്താ? അതിൻ്റെ തൊട്ട് മുന്നുള്ള നമ്പർ ഏതാണ്? ദാറ്റ് ഈസ് -4 അല്ലേ? നെഗറ്റീവ്സ് വരുമ്പോൾ എപ്പോഴും അതിൻ്റെ തൊട്ട് മുന്നുള്ള നമ്പേഴ്സ് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ സോൾവ് ഫോർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2 ആവുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് ചോദ്യം. എക്സിന് ഏതൊക്കെ വാല്യൂസ് വരുമ്പോഴാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ നമുക്ക് 2 എന്ന് കിട്ടുന്നത്? എപ്പോഴൊക്കെയാണ്? സി, നമ്മളിപ്പോൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണമെങ്കിൽ 0, 1 and 2, റൈറ്റ്? സോ എപ്പോഴൊക്കെയാണ് നമുക്ക് 2 എന്നുള്ള ആൻസർ കിട്ടുക? 2 എന്നുള്ള ആൻസർ കിട്ടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 2 and 3 അല്ലേ? 2ൻ്റെയും 3ൻ്റെയും ഇടയിലായിരിക്കണം. ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു 2. ഈക്വൽ ടു 2 ആകുമ്പോഴും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്തായിരിക്കും? 2 വരും. 3നേക്കാളും ലെസ് ആവുന്ന കേസിൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ എഴുതാം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3. ഈ ഒരു കേസിലാണ് ഇതിൻ്റെ സൊല്യൂഷൻ ആയിട്ട് വരിക അല്ലേ? ഇതിനെ നമുക്ക് സെറ്റിൻ്റെ ഫോമിലൊക്കെ എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതും. 2 ഇൻക്ലൂഡഡ് ആണ്, 3 ഇൻക്ലൂഡഡ് അല്ല. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, സോൾവ് ഫോർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു -1. എപ്പോഴാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ -1 ആവുന്നത്? എപ്പോഴാണ്? അതായത് ഇപ്പോൾ നമ്മളിത് 0 ഉണ്ട്, ദിസ് ഇസ് -1 ഉണ്ട്, ദിസ് ഇസ് -2 ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിൽ വരുമ്പോഴാണ് അത് -1 ആവുക അല്ലേ? ഈ ഒരു റേഞ്ചിൽ വരുമ്പോഴാണ് -1 ആവുക. സോ ഇറ്റ് ഈസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ -1 ഇൻക്ലൂഡഡ് ആണ്, 0 ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, സോൾവ് ഫോർ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 4. ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 4. അപ്പോൾ എപ്പോഴാണ് 4 ആവുന്ന? ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഇങ്ങനെ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ലെസ് ദാൻ എന്തെഴുതാം? 5 എന്ന് എഴുതാം അല്ലേ? 4ൻ്റെയും 5ൻ്റെയും ഇടയിലായിരിക്കും ഈ എക്സ് പ്ലസ് 1 എന്നുള്ള നമ്പർ, റൈറ്റ്? അപ്പോൾ ഇനി നമുക്ക് രണ്ടും എന്താണ് -1 വെച്ച് സബ്ട്രാക്ട് ചെയ്യാം ത്രൂ ഔട്ട്. സോ ദിസ് ബിക്കംസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ എന്താണ് 1 വെച്ച് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? സോ ദിസ് ബിക്കംസ് 4. സോ 3യുടെയും 4യുടെയും ഇടയിലാണ് അല്ലേ? ദാറ്റ് മീൻസ് 3 ഇൻക്ലൂഡഡ് ആണ്, 4 ഇൻക്ലൂഡഡ് അല്ല. സോ വി ക്യാൻ ഗിവ് ഹിയർ closed bracket and this is open bracket. So 3, 4. Yes. Next one, 2x. 2x ൻ്റെ ഇൻറ്റിജർ ഫംഗ്ഷൻ ഇസ് 5 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ എക്സ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഇപ്പോൾ 2xൻ്റെ ഇൻറ്റിജർ ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5 ആണ്. സോ ലെറ്റ്സ് ടേക്ക് 2xനെ y എന്ന് എടുക്കാം. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് y ഇസ് ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഇങ്ങനെ എഴുതാം അല്ലേ? നമുക്ക് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ 6 എന്ന് എഴുതാം, റൈറ്റ്? ഇനി നമ്മൾ yക്ക് 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x ലെസ് ദാൻ 6. ഇനി ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ ദിസ് ബിക്കംസ് 5/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 6/2 3, റൈറ്റ്? എന്ന് വെച്ചാൽ 2.5ൻ്റെയും അതുപോലെ 3ൻ്റെയും ഇടയിലുള്ള ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5 ആയിരിക്കും. ക്ലിയർ ആണോ? ഐ മീൻസ് ഇടയിലുള്ള നമ്പറിൻ്റെ ഡബിൾ എടുത്താൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 5. ക്ലിയർ? നെക്സ്റ്റ്, സോൾവ് ഫോർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ x/2 ഈക്വൽ ടു 3. അപ്പോൾ ഈ ഒരു കേസിലും നമുക്ക് x/2ന് എന്ത് കൊടുക്കാം? y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, x/2 ഇസ് y. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്താ പറയുന്നത്? y, ഇൻറ്റിജർ വാല്യൂ ഓഫ് y ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് y ഈസ് 3 എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി y എന്ന് പറയുന്നത് 3ൻ്റെയും 4ൻ്റെയും ഇടയിലായിരിക്കും അല്ലേ? സോ ഇറ്റ് വിൽ ബി ഈക്വൽ, ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു 3 ബട്ട് നോട്ട് ഈക്വൽ ടു 4.
അല്ലേ? സോ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ 4 എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ 2 ലെസ് ദാൻ 4, റൈറ്റ്? അപ്പോൾ 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് ബിക്കം 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 8. ഓക്കെ അല്ലേ? യെസ്. സോ ദ 6ൻ്റെയും 8ൻ്റെയും ഇടയിൽ വരുന്ന നമ്പേഴ്സിനാണ് ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു സൊല്യൂഷനായിട്ട് പോസിബിൾ ആവുന്നത്. ഓക്കെ. How many non-negative integral values of x satisfy the equation x by 5 integer value of x by 5 greatest integer function of x by 5 equal to greatest integer function of x by 7. So how many non-negative integral value of x എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ non-negative integral values എന്ന് പറഞ്ഞാൽ എല്ലാ പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂസും അല്ലേ, അതായത് 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം. ഓക്കെ. സോ എക്സിന് അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ പോസിബിൾ. അപ്പോൾ അങ്ങനത്തെ എത്ര വാല്യൂസ് പോസിബിൾ ആണ് എന്നാണ് ചോദ്യം. സോ നമുക്ക് ആദ്യം ഇതിന് എന്ത് ചെയ്യാം, 0 ഇട്ട് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അതായത് എക്സ് ബൈ 5 എക്സിന് 0 ആവുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 എന്നായിരിക്കും അല്ലേ? അതായത് എക്സിന് നമ്മൾ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 0 ഒരു കേസ് വരാം അല്ലേ, 0 ഒരു കേസ് വരാം, 1 വരാം, 2 വരാം. അപ്പോൾ നമുക്ക് ഓരോ കേസ് എടുത്ത് നോക്കാം. അപ്പോൾ 0 ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ വരുന്നത്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ് ബൈ 5 ഈസ് 0. എപ്പോഴാണ് 0 ആവുക, എപ്പോഴാണ് 0 ആവുന്നത്? ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 0ൻ്റെയും 1ൻ്റെ ഇടയിൽ അല്ലേ, 0ൻ്റെയും 1ൻ്റെ ഇടയിൽ എക്സ് ബൈ 5 വരണം, റൈറ്റ്? സിമിലർലി എക്സ് ബൈ 7 എപ്പോഴാണ് 0 ആവുക, ഇൻറ്റിജർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് ബൈ 7 0 ആവുന്നത് എപ്പോഴാണ്, വെൻ എക്സ് ബൈ 7 എന്ന് പറയുന്നത് 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ, റൈറ്റ്? സോ നമുക്കിതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ. So that is, this case is when x by 7, integer value of x by 7 is 0. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. And this is here. Okay, അപ്പോൾ ഇനി 5 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. ഇവിടെ എങ്ങനെ വരിക, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ, ഇത് രണ്ട് ആൻഡ് ആണ് കേട്ടോ. അതായത് ഇവിടെയും ഈ ഒരു വാല്യൂസും എക്സിൻ്റെ വാല്യൂസ് 0 to 5 എന്നാണ് ഇവിടെ പറയുന്നത്, ഇവിടെ 0 to 7 ആണ്. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ 0 to 4 വരെയുള്ള വാല്യൂസ് എടുക്കുക അല്ലേ, അതായത് എക്സിന് ഇൻറ്റിജർ വാല്യൂസ് ആണ് എടുക്കേണ്ടത്. സോ 0 പോസിബിൾ ആണ്, 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം, റൈറ്റ്? സോ 1 2 3 4 5 വാല്യൂസ് ആണ് ടോട്ടൽ എടുത്തത്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. വെൻ എക്സ് ഈ ഒരു കണ്ടീഷൻ, ദാറ്റ് ഈസ് integer part of x by 5 is equal to integer part of x by 7 is 1 ആവുന്ന കേസ്. എപ്പോഴാണ് ഇത് 1 ആവുക, ദാറ്റ് ഈസ് എക്സ് ബൈ 5 ൻ്റെ ഇൻറ്റിജർ പാർട്ട് 1 ആവുന്നത് എപ്പോഴാണ്, അതുപോലെ എക്സ് ബൈ 7ൻ്റെ ഇൻറ്റിജർ പാർട്ട് 1 ആവുന്നത് എപ്പോഴാണ് 1 ആവുക. 1 ആവുക എന്ന് പറഞ്ഞാൽ ദിസ് എക്സ് ബൈ 5 ഷുഡ് ബി ബിറ്റ്വീൻ 1 and 2, 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ ഉണ്ടായിരിക്കണം അല്ലേ. സോ എക്സ് ബൈ 5 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1ൻ്റെയും 2ൻ്റെയും ഇടയിലാണ്. അതുപോലെ എക്സ് ബൈ 7ഉം എന്ത് വരണം, 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ വരണം. ഓർ ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു 1 ബട്ട് നോട്ട് ഈക്വൽ ടു 2. ഓക്കെ. ഇനി ത്രൂ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഈ ഒരു കേസിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 10. ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 14 എന്ന് എഴുതും. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, റൈറ്റ്? ഇറ്റ് ഷുഡ് ബി സോറി ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ എടുത്തതിൽ ഇപ്പോൾ നമ്മൾ 0ൻ്റെയും 5ൻ്റെയും കേസാണ് നമ്മൾ 0 to 5 വരെയാണ് എഴുതിയത് അല്ലേ. ഇനി ഈ കേസിൽ നോക്കുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ 5 തൊട്ട് 10 വരെ പോസിബിൾ ആണ് ഈ കേസിൽ. പക്ഷേ ഇവിടെ 7 തൊട്ട് 14 വരെയാണ് പോസിബിൾ. എന്ന് വെച്ചാൽ നമ്മൾ 7 തൊട്ടാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. 7 വെച്ച്, കാരണം 5 എടുക്കാൻ പറ്റില്ല, കാരണം ഈ ഒരു കണ്ടീഷനിൽ 5 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഈ ഒരു കണ്ടീഷനിൽ 6 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷേ 7 തൊട്ടാണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ 7 ക്യാൻ ബി കൺസിഡേർഡ്, 8 ക്യാൻ ബി കൺസിഡേർഡ്, 9 ക്യാൻ ബി കൺസിഡേർഡ്, 10 ക്യാൻ ബി കൺസിഡേർഡ്.
right? So 4 solutions ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ 1 2 3 4 5 ഇവിടെ 5 solutions ആണ് വന്നിട്ടുള്ളത്. So 5 ഇവിടെ 4. ഇനി അടുത്ത കേസ് നോക്കാം. That is when x by 5 അതിൻ്റെ integer value is equal to x by 7ൻ്റെ integer value that is equal to 2 ആവുന്ന കേസിൽ, that is 2 എന്ന് പറയുമ്പോൾ it should be between 2 and 3 അല്ലേ, integer value will be between 2 and 3. It can be equal to 2 but not equal to 3. So that is x by 5. So 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ it is 10 less than or equal to x less than 15 എന്ന് വരും, റൈറ്റ്. ആൻഡ് ഈ കേസിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇപ്പോൾ 2 എന്ന് പറയുമ്പോൾ 2ൻ്റെയും 3ൻ്റെയും ഇടയിലായിരിക്കും എന്ത് വരിക, x by 7 വരിക. ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു 2 ബട്ട് നോട്ട് ഈക്വൽ ടു 3 അല്ലേ. സോ ദിസ് ഈസ് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 14 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 21. സോ ഈ ഒരു കേസിൽ പോസിബിൾ ആവുന്ന സൊല്യൂഷൻ ഏതാണ്? ഇവിടെ 15 വരെ പോസിബിൾ ആണ്, ഇവിടെ 14 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അല്ലേ. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 14 എന്നുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ പോസിബിൾ ആവുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫർദർ 3 ഒക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു വാല്യൂസിന് 3 ഇട്ട് കൊടുത്തിട്ട് ഇനിയും സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. പക്ഷേ ഇറ്റ് ഈസ് വെരി ഒബ്വിയസ്, കാരണം ഇവിടെ എന്തായിരുന്നു, ഫസ്റ്റ് കേസിൽ നമുക്ക് 5 സൊല്യൂഷൻ ഉണ്ടായി, രണ്ടാമത്തെ കേസിൽ 4 സൊല്യൂഷൻസ് ഉണ്ടായി, മൂന്നാമത്തെ കേസിൽ 1 ഉള്ളൂ, ഇനി അടുത്ത കേസിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല അല്ലേ. സോ we can say that how many non-negative integral values of x satisfy the equation എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ഉണ്ട്, 5 plus 4 9 and 1 that is 10. So total 10 values ആണ് അല്ലേ. 0 1 2 3 4 and 7 8 9 10 and 14. Okay, so total 10 answers ആണ്, 10 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. Okay, next question. If y equal to 2 times integer part of x plus 3 and y equal to 3 times integer part of x minus 2 plus 5, then find integer part of x plus y where this symbol denotes greatest integer function എന്നാണ് പറഞ്ഞിട്ടുള്ളത്. So yeah, it's greatest integer function. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പായിട്ട് integer function എന്ന് മാത്രം റീഡ് ചെയ്യുന്നുണ്ട്. I just mean greatest integer function. Okay, so yeah, ഇവിടെ നമുക്ക് y ഈക്വൽ ടു 3 ടൈംസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് 2 പ്ലസ് 5 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. യെസ്, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എന്ത് എഴുതാം, 3 ടൈംസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് 2. നമുക്ക് എങ്ങനെ എഴുതാം, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് 2 നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് മൈനസ് 2 എന്ന് എഴുതാം അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എം വെർ എം ഇസ് എൻ ഇൻറ്റിജർ എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് എം എന്ന് എഴുതാം. അതേ ഒരു സംഭവമാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. സോ ഇവിടെ എഴുതുമ്പോൾ എന്തായിരിക്കും, 3 ടൈംസ് എന്നുണ്ട് അല്ലേ. സോ 3 ടൈംസ് എന്ന് വരുമ്പോൾ ത്രൂ ഔട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് ഇസ് 3 times integer function of x minus 6 എന്നാവും അല്ലേ. ഇനി നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ബിക്കംസ് 3 times greatest integer function of x minus 6 plus 5 which is equal to 3 times greatest integer function minus 1. ഓക്കെ അല്ലേ. യെസ്, അപ്പോൾ നമുക്കിവിടെ y കിട്ടി അല്ലേ. അപ്പോൾ ഈ ഒരു y-യും സെയിം ആണ്. അപ്പോൾ നമുക്കിത് ഇക്വേറ്റ് ചെയ്യാം. സോ ഐ എം ജസ്റ്റ് ഇക്വേറ്റിംഗ് ഇറ്റ്. That is 2 times greatest integer function of x plus 3 is equal to 3 times greatest integer function of x minus 1. Okay, so subtract ചെയ്യുമ്പോൾ ഇവിടെ greatest integer function of x എന്ന് വരും. So that is equal to 3 plus 1 which is 4. So greatest integer function of x is equal to 4 എന്ന് നമുക്ക് കിട്ടി, which means it is between 4 and 5 അല്ലേ. So 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5 എന്ന് പറയാം. ഓക്കെ, സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 4 ആണ് നമുക്കിവിടെ കിട്ടിയത് അല്ലേ. അപ്പോൾ ആ ഒരു 4 വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. സോ y ഈക്വൽ ടു 2 times 4 plus 3. സോ 4 into 2 8, 8 plus 3 11. സോ വൈയുടെ വാല്യൂ എനിക്ക് 11 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇസ് 4 എന്ന് കിട്ടി, വൈയുടെ വാല്യൂ എനിക്ക് 11 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഹിയർ ഇവിടെ നമുക്ക് പോസിബിൾ ആവുന്ന വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഇൻറ്റിജർ
വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ ആണ് അല്ലേ. എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂസ്, എക്സിന് പോസിബിൾ ആവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അല്ലേ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 11 ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ വൈ ആഡ് ചെയ്യാണ്. സോ വി ഹാവ് എക്സിൻ്റെ ഒരു റേഞ്ച് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ദാറ്റ് ഈസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5 എന്നുണ്ട്, റൈറ്റ്. ഓക്കെ, ഇനി വൈ എനിക്ക് ആഡ് ചെയ്യണം. ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ 11 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പുറത്തേക്ക് 11 ആഡ് ചെയ്യാണ്. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈൻ്റെ റേഞ്ച് എന്താ വരുന്നത്? എക്സ് പ്ലസ് വൈൻ്റെ റേഞ്ച് എന്താ വരുന്നത്? 4 + 11 ദാറ്റ് ഈസ് 15, 5 + 11 ദാറ്റ് ഈസ് 16. സോ ദാറ്റ് ഈസ് 5-ൻ്റെയും 16-ൻ്റെയും ഇടയിലാണ് അല്ലേ. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു 15. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 5 അല്ല 15-ൻ്റെയും 16-ൻ്റെയും ഇടയിലാണെങ്കിൽ വാട്ട് ഈസ് ദ ഇൻറ്റിജർ വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 15. ക്ലിയർ? സോ ദ ആൻസർ ഹിയർ ഇസ് 15. Okay, let's go to the next part, that is functional part of a function. നമ്മളിവിടെ ഫങ്ഷണൽ പാർട്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ 3.2 എന്നുള്ള നമ്പറിൻ്റെ ഫങ്ഷണൽ പാർട്ട് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3.2 മൈനസ് 3. ദാറ്റ് ഈസ് നമ്മുടെ നമ്പർ മൈനസ് integer part of that number. Okay, so functional part of x is equal to x minus greatest integer function of x. Okay, so ഇതാണ് അതിൻ്റെ ബേസിക് ഡെഫിനേഷൻ. ഓക്കെ, സോ നമുക്ക് ഏതൊരു നമ്പർ കിട്ടിയാൽ, ഇപ്പോൾ 3.2 എന്ന് കിട്ടിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3.2 എന്നുള്ള നമ്പർ ഫങ്ഷണൽ പാർട്ട് എന്താണെന്നാണ് ചോദ്യം. സോ ഇറ്റ് ക്യാൻ ബി റിട്ടനസ്, ഒരു നമ്പറിനെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റീസ് ആണ് ഇവിടെ. 3.2 എന്നുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 പ്ലസ് അതിൻ്റെ ഫങ്ഷണൽ പാർട്ട്, അതായത് ഇൻറ്റിജർ പാർട്ട് പ്ലസ് ഫങ്ഷണൽ പാർട്ട് എന്ന് എഴുതാൻ പറ്റും അല്ലേ. അതുപോലെ ഇപ്പം നമുക്ക് നെഗറ്റീവ് നമ്പർ ആണെങ്കിലോ, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? നെഗറ്റീവ് നമ്പർ. സോ വി നോ ദാറ്റ് functional part of x is equal to x minus greatest integer function of x എന്നല്ലേ. സോ നമുക്കൊരു നെഗറ്റീവ് 3.2 ആണെങ്കിൽ അതിൻ്റെ ഫങ്ഷണൽ പാർട്ട് എങ്ങനെയായിരിക്കും എഴുതുക? ദാറ്റ് ഈസ് മൈനസ് 3.2 മൈനസ് വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷൻ ഓഫ് മൈനസ് 3.2? ദാറ്റ് ഈസ് -4 ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് മൈനസ് 3.2 minus of -4, that is +4, which is 0.8. Okay, so it is 0.8. So ഈ ഒരു 3.2 എന്നുള്ള -3.2 എന്നുള്ള നമ്പറിനെ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? ഇൻറ്റിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ -4 ആണ്, പ്ലസ് ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 0.8 ആണ്. ഇങ്ങനെയായിരിക്കും എഴുതുക. വെറസ് 3.2നെ നമ്മൾ എങ്ങനെ എഴുതുക? ഇറ്റ് ഈസ് എങ്ങനെ എഴുതുക? 3 ആണ് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട്, പ്ലസ് 0.2 ആണ് അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട്. ക്ലിയർ? യെസ്. സോ സോ ഇൻറ്റിജർ ഇതിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ പാർട്ട് ഇസ് എക്സ് മൈനസ് ഇൻറ്റിജർ പാർട്ട് ഓഫ് എക്സ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കും. ബിക്കോസ് ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. സോ ഇറ്റ് ഈസ് ഇപ്പോൾ ഐദർ ഇപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ ഇതാണ് വന്നത് അല്ലേ, 0.8 എന്നാണ് വന്നത്. മറ്റേ കേസിലാണെങ്കിൽ 0.2 എന്നാണ് വന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബിറ്റ്വീൻ 0 and 1. ഓക്കെ, ഇറ്റ് ക്യാൻ ബി 0 ബട്ട് ഇറ്റ് ഈസ് നെവർ ഈക്വൽ ടു 1. ഓക്കെ, അതുപോലെ എക്സ് പ്ലസ് എൻ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 3.2 എന്ന് പറയുന്നത് 0.2 ആണ് അല്ലേ. സോ ദാറ്റ് വിൽ ബി സെയിം ആസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 4.2 അല്ലേ. ദാറ്റ് വിൽ ബി സെയിം ആസ് ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 5.2. ഓക്കെ, സോ ഒരു ഇൻറ്റിജർ വാല്യൂ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫ്രാക്ഷണൽ പാർട്ട് വെച്ചാൽ ഇറ്റ് വിൽ ബി സെയിം അല്ലേ. 3.2ൻ്റെ അതേ ഫ്രാക്ഷണൽ പാർട്ട് തന്നെയാണ് 5.2നും ഉള്ളത്. ഓക്കെ, but n is an integer. Okay, now ഈ കേസിൽ ഇഫ് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ എക്സ് എങ്കിൽ, അതായത് ഇൻറ്റിജർ പാർട്ട് ഇല്ല അവിടെ അല്ലേ, ഇൻറ്റിജർ പാർട്ട് 0 ആണ്.
ആ കേസിൽ fractional part will be equal to that number itself. For example, what is the fractional part of 0.2? It will be 0.2 itself. What is because 0.2 എന്നാണ് ഇത് അല്ലേ? 0.2 integer part is 0 ആണ്. So it is 0.2 itself. Clear? Yes. Now evaluate fractional part of 3.14. Fractional part of 3.14 evaluate ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. So that is equal to integer part അല്ലെങ്കിൽ 3.14 minus integer part of 3.14. That is 3.14 minus 3, which is 0.14. Okay, so fractional part of 3.14 is 0.14. Now what is the fractional part of minus 1.4? So minus 1.4 ന്റെ fractional part ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? So minus 1.4 എന്ന് പറഞ്ഞാൽ it is minus 1.4 minus integer part of minus 1.4. That is minus 1.4 integer part of minus 1.4 എന്തായിരിക്കും? minus 2 ആയിരിക്കും അല്ലേ? So that is minus of minus 2, which is plus 2. So 2 minus 1.4, which is 0.6. Clear? Next one, solve for x എന്ന് പറയുന്നത് 0-ൻ്റെയും 5-ൻ്റെയും ഇടയിലാണ്. And what is the fractional part of x equal to 0.75 എന്ന് പറയുന്ന കേസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സോ ഫ്രാക്ഷണൽ 0-ൻ്റെയും 5-ൻ്റെയും ഇടയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ ഇറ്റ് ക്യാൻ ബി 0 ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് 0, ഇഫ് എക്സ് ഇസ് 0, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 0.75 ആയിരിക്കും, റൈറ്റ്? ഇനി എക്സ് 1 ആണെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് 1.75 എന്നായിരിക്കും വരിക അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് is equal to x minus greatest integer function of x. ഇപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് നമുക്ക് 0.75 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ എന്തായിരിക്കും വരിക? അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇൻറ്റിജർ വാല്യൂ 0 ആയിരിക്കും വരിക അല്ലേ? 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണെങ്കിൽ ബിറ്റ്വീൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ഈ ഒരു റേഞ്ചിലാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഇൻറ്റിജർ വാല്യൂ വിൽ ബി 0. ഈ ഒരു റേഞ്ചിൽ ഇൻറ്റിജർ വാല്യൂ ഇസ് 0. ദാറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഇസ് 0. സോ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.75 ആയിരിക്കും. will be equal to x itself, that is equal to 0.75. Okay, ഇനി 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഫ്രാക്ഷണൽ പാർട്ട് നമുക്ക് 0.75 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഇവിടെ ഇൻറ്റിജർ പാർട്ട് എന്താണ്? 1 ആണ്. സോ ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് 0.75, വിച്ച് ഇസ് 1.75. ഓക്കെ, ഇനി അതുപോലെ 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലാണെങ്കിൽ if it is between 2 and 3, x less than 3, so integer part will be 2. Integer part of x will be എന്തായിരിക്കും? It will be 2. So fractional part is equal to 2.75. അല്ലെങ്കിൽ x equal to 2.75. Fractional part is 0.75 given in the question. So x equal to 2.75. അതുപോലെ when it is between 3 and 4, 3 less than or equal to x less than or equal to 4, right? ഈ ഒരു കേസിൽ എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 3.75 ആയിരിക്കും. ആൻഡ് 4-ൻ്റെയും 5-ൻ്റെയും ഇടയിലാണെങ്കിലോ? 4-ൻ്റെയും 5-ൻ്റെയും ഇടയിലാണെങ്കിൽ എക്സ് ഈക്വൽ ടു 4.75. ഓക്കെ, സോ ദീസ് ആർ ദ സൊല്യൂഷൻസ് ഓഫ് എക്സ്. എക്സ് ഈക്വൽ ടു 0.75, 1.75, 2.75, 3.75, 4.75. ക്ലിയർ? യെസ്. Now determine all x such that fractional part of x is equal to x. Okay, so fractional part of x ൻ്റെ equation എന്താ നമ്മൾ എഴുതാറ്? fractional part of x എന്ന് പറയുന്നത് is equal to x minus integer part of x എന്നാണ് അല്ലേ? സോ ഇവിടെ fractional part of x equal to x എന്നാണ് തന്നിട്ടുള്ളത്. സോ ജസ്റ്റ് ഞാനിവിടെ x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ x equal to x minus എന്ന് വെച്ചാൽ
integer part of x is equal to x minus x, which is 0. So integer part is 0 ആവുന്നത് എപ്പോഴൊക്കെയാണ്? Integer part is 0, 0 less than or equal to x less than 1. ഈ ഒരു കേസിലാണ് integer part 0 ആവുക. So all the values of x എന്ന് പറഞ്ഞാൽ it is between 0 and 1. 0, 1 where 0 is included, 1 is not included. Clear? Yes. With that, we are ending this chapter. So, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇതിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് തന്നെ ഒന്നുകൂടി വർക്ക്ഔട്ട് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയെന്ന് വരില്ല. ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. സോ താങ്ക് യു എവ്രി വൺ. ഡു മോർ പ്രോബ്ലംസ്. സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.